ഏറ്റവും പുതിയ വിശേഷം മെഹ്ഫിലാണ്. അപ്പം ഈ ഒരു മൂവി മുകേഷ് ചേട്ടന് ഭയങ്കര സ്പെഷ്യൽ ആവാനുള്ള കാരണം എന്താ? ഒരു ആക്ടർ എന്ന നിലയിൽ എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ റോളുകൾ തിരക്കി പോകും. വ്യത്യസ്തമായ റോളുകൾ കിട്ടണമെന്നാണ് പ്രാർത്ഥന. കിട്ടിയാൽ വിടത്തുമില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരു ഹണ്ടാണ്. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക, ചെയ്ത ആൾക്ക് എന്തെങ്കിലും മടുപ്പ് വരാൻ സാധ്യതയുള്ളത് ഇനി ചെയ്യാതിരിക്കുക. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് മുല്ലശ്ശേരി രാജു. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരാളാണ് കോഴിക്കോട്ട്. മെഹഫിൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആ സന്ധ്യകളിൽ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം അസുഖബാധിതനായി കിടക്കുന്നതിന് മുമ്പും സജീവമായിരുന്നു. സജീവമായിരുന്ന ചെറിയ സാന്നിധ്യമല്ല. യേശുദാസ് തൊട്ട് ജയചന്ദ്രൻ തൊട്ട് എല്ലാ പാട്ടുകാരും വൈകുന്നേരങ്ങളിൽ അവിടെ വന്ന് പാട്ട് പാടുകയും ഉല്ലസിക്കുകയൊക്കെ ചെയ്തത് കോഴിക്കോടിൻ്റെ ഒരു മുഖമുദ്രയാണ്, കോഴിക്കോടിൻ്റെ ഒരു ശീലവുമാണ്. അപ്പോൾ അങ്ങനെ നിന്നിട്ട് അദ്ദേഹത്തിന് 14 കൊല്ലം അദ്ദേഹം ഒറ്റക്കിടപ്പാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഭാഗമാണ് ഇത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് നീലകണ്ഠൻ, ദേവാസുരം. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ്. ഇതാണ് ഒറിജിനൽ സ്റ്റോറി എന്ന് പറയുന്നത്. അദ്ദേഹം വീണതിന് ശേഷം 75% അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഒരു 25% ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ത്രില്ലിലാണ്, ആ ഒരു ചലഞ്ചാണ്. മുകേഷ് ഏട്ടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എവിടെയായിരുന്നു? അല്ല, ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ ഫാമിലി തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നതല്ല. എൻ്റെ അച്ഛൻ ഒരു ആക്ടറായിരുന്നു, നാടക നടനായിരുന്നു. അമ്മയും നാടക നടിയാണ്. അതിനോടൊപ്പം തന്നെ അച്ഛൻ 16 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. നാടകത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും നേതാവുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ MLA ആവണമെന്നോ അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ വരണമെന്നോ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു 9 കൊല്ലമായി മുമ്പ് കൊല്ലത്ത് ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരുപാട് പേര് ആ MLA സ്ഥാനത്തിന് വേണ്ടി പാർട്ടിയിൽ തന്നെ അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ മേളിലുള്ള നേതാക്കന്മാര് എന്നാൽ വഴക്ക് വേണ്ട, മുകേഷ് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം ജയിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചു. അപ്പൊ അങ്ങനെയാണ് വന്നത്. ഒരു ഇൻസ്പയറിംഗ് ആയിട്ടൊരു നേതാവ് ഉണ്ടാവുമായിരിക്കല്ലോ, അങ്ങനെ ആരായിരുന്നു? അല്ല, നേതാക്കന്മാര് കുറെ ആൾക്കാരുണ്ട്. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ പിണറായി സഖാവാണ് ഈ നേതാവ്. അച്യുതാനന്ദൻ സഖാവും അദ്ദേഹം ഞാൻ ഉള്ളപ്പോൾ ഇല്ലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കാനും ഒക്കെ നേതാവ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം വലിയ നേതാവാവണമെന്നില്ല. നേതാവ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എ മാൻ വിത്ത് അല്ലെങ്കിൽ എ പേഴ്സൺ വിത്ത് സൊല്യൂഷൻസ്. ആണായാലും പെണ്ണായാലും നേതാവ് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചിന്തിക്കുന്നതിന് മുമ്പേ പറയാമോ, മറ്റേതങ്ങോട്ട് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 100% കറക്റ്റ്. അതാണ് ഈ പേഴ്സണാലിറ്റിയിലല്ല നേതാവ് നിൽക്കുന്നത്. വലിയ ജാഥ വരുന്നു, മെയിൻ നേതാവിനെ കാണുന്നില്ല. ഇപ്പൊ ചെറിയൊരാള് അങ്ങനെ ഭയങ്കര ഗ്ലാമറൊന്നും ഇല്ലാത്ത, പക്ഷെ അയാളുടെ കയ്യിലാണ് സൊല്യൂഷൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെ സൊല്യൂഷൻസ് ഉള്ള ഒരുപാട് നേതാക്കന്മാരുമായിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തില് ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ പകച്ചു നിൽക്കും ചില സമയത്ത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ബുദ്ധി അനുസരിച്ച് നില്ലേ എല്ലാവരും കൂടെ വരട്ടെ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന ഒരു നേതാവ് കാണും സൊല്യൂഷൻസ് ഉള്ള. ചോദിക്കുമ്പോൾ പുഷ്പം പോലെ പറയുകയാണ്. അപ്പൊ ഞാൻ തന്നെ വിചാരിക്കും എന്തുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. അപ്പൊ അത് അങ്ങനെ നേതാക്കന്മാരെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഈ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഓക്കെ, അപ്പം ബലൂണിൽ തുടങ്ങി ഇപ്പൊ മെഹഫിലിൽ വന്ന് നിൽക്കാണ്. എനിക്ക് തോന്നുന്നു 43 വർഷം അല്ലേ? 43 വർഷം. ഈ ഒരു 43 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ആദ്യം ഓടി വരുന്ന ഒരു മുഖം ആരുടെ ആയിരിക്കും? അല്ല, ഞാൻ ചോദിക്കുന്നത് ഏത് മേഖലയാണ്? നമ്മള് TV ഉണ്ട്, നാടകമുണ്ട്, രാഷ്ട്രീയമുണ്ട്, എന്തും ആയിക്കോട്ടെ. അങ്ങനെ അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുഖങ്ങളുണ്ടാവും. ഒരുപാട് മുഖങ്ങളല്ല, ഒരുപാട് പേർക്ക് നിരാശ വരും. ഞാൻ വിചാരിച്ചിരിക്കുന്നു ഞാനായിരിക്കും എന്നാണെന്ന്, എന്റെ പേര് പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമാകും. എന്നാലും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ആരുടെ അടുത്താണ്? എല്ലാ ഫ്രണ്ട്സുമായിട്ടും എനിക്ക് കടപ്പാടുണ്ട്. അത് ഒരു പക്ഷെ സിനിമയിൽ നിന്നായിരിക്കണമെന്നില്ല, അതിനകത്ത് നമുക്ക് പരാതിയുമില്ല. സിനിമയിൽ അങ്ങനെ വലിയ ഫ്രണ്ട്സ് വരരുത്. എല്ലാവരുമായിട്ടും ഒരു മീഡിയം ഫ്രണ്ട്ഷിപ്പ്. കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു
മിസ്റ്റേക്ക് വരുമ്പോഴല്ലോ അയാളെ മേളിലോട്ട് വരുന്നത്, അയാളുടെ റോള് കിട്ടുന്നത്, അയാളുടെ സ്ഥാനം കിട്ടുന്നത്. അപ്പൊ ആരോഗ്യകരമായ ഒരു മത്സരമല്ലാതെ ആത്മാർത്ഥ എൻ്റെ റോള് നീ എടുത്തോടെ, നിന്റെ അത്രയും ഒരു സ്നേഹവും ഉള്ള ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇയാൾ പോയി. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് സിനിമ. ഇപ്പൊ ടി വിയിൽ പോലും അത്രയില്ല. ഞാൻ ചെയ്യുന്ന ആങ്കറിങ് ഒക്കെ ആണല്ലോ, അയാൾ ചെയ്തോട്ടെ, ഞാനില്ലാത്ത സമയത്ത് വേറെ ആളെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ലൈഫാണ്. എന്നാൽ ആരെയും വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്, കുതുകാൽ വെട്ടരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്. എന്നാൽ മാത്രമേ ഒരു കലാകാരന് മനസ്സമാധാനം വരുത്തുള്ളൂ. അതെ അതെ. ഈ ഒരു 43 വർഷം എന്ന് പറയുമ്പം ഒരുപാട് ഉയർച്ചകളും വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം എപ്പോഴെങ്കിലും ഇനി സിനിമ വേണ്ട, വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞേക്കാം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം സിനിമ വിട്ട് ഒരു ചിന്തയില്ല. ഇല്ല. ഞാനൊരു സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് ഞാൻ അഭിനയിക്കുന്ന നാടകങ്ങൾ കാണാൻ ആളുകൾ വരുന്നത്, എന്നെ ടി വിയിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നത്, ഞാൻ എഴുതുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത്, എനിക്ക് വോട്ട് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ സിനിമയുടെ ശക്തിയാണ്. അപ്പോൾ സിനിമ അല്ലാതെ നമുക്ക് വേറെ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യത്തെ സിനിമ ബലൂൺ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബലൂൺ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അത് എന്നെക്കാട്ടി മുമ്പേ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, എന്താകുമായിരുന്നു, സിനിമ നടനായിരുന്നില്ല. ജോലി ചാൻസ് ചോദിച്ച് നടക്കുന്ന ജോലി, അല്ലാതെ സിനിമ വിട്ട് വേറെ ചിന്തയില്ല. ഞാൻ പിന്നെ അതിനു മുമ്പ് നാടകത്തിലും മിമിക്രിയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ് സിനിമയാണ്. സിനിമ നടനാവുക, ഹീറോ ആവണമെന്നില്ല, ചെറിയ റോളാണെങ്കിലും. അപ്പം ആദ്യത്തെ സിനിമ ഹീറോ ആയിരുന്നു. അപ്പം അത് കൊല്ലത്തുള്ള നാന മാഗസിൻ, കൃഷ്ണസ്വാമി റെഡ്ഡിയാണ് അതിൻ്റെ പ്രൊപ്പറൈറ്റർ. അദ്ദേഹമാണ് ആ സിനിമ എടുത്തത്. വളരെ അവിചാരിതമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് എന്നെ സെലക്ട് ചെയ്ത കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഇതിൻ്റെയൊക്കെ അച്ഛനും അമ്മയെ പോലെയൊക്കെ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, മിമിക്രിയിൽ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റാന്നൊക്കെ പറഞ്ഞു. ആഹാ എന്നൊക്കെ പറഞ്ഞു പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. മൊബൈലൊന്നും ഇല്ലല്ലോ, ഫോൺ കോൾ വീട്ടിൽ വന്നു. ഇങ്ങനെ കൃഷ്ണസ്വാമി റെഡ്ഡി അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെല്ലുന്നു ഓഫീസിൽ. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് തലകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ വന്നിരുന്നിട്ട്, ഇപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എൻ്റെ മിമിക്രി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുക, അതാണ് എൻ്റെ വിചാരം. അന്ന് മിമിക്രി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമസ്കാരം, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ്? അത് ഞങ്ങളൊരു സിനിമ എടുക്കാൻ. ടി വി കൊച്ചുബാവ എന്ന് പറഞ്ഞ ആ എഴുത്തുകാരൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് നാനാ കോമ്പറ്റീഷനിലൂടെ 1ാം സമ്മാനം ലഭിക്കും. അത് നമ്മൾ സിനിമയാക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്തൊരു ചെറിയ റോള് തടഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ വളരെ സന്തോഷം. ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് പോസ്റ്റർ അല്ല, ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഫസ്റ്റ് ഹെഡിങ്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താണ്? ബലൂൺ എന്നാണ് സിനിമയുടെ പേര്. മലയാള സിനിമ വേദിയിലെ ഭീഷ്മാചാര്യനായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൾ ശോഭ നായികയാവുന്നു. ഒരു സൈലൻസ് വെച്ച്. മലയാള നാടകവേദിയുടെ ഭീഷ്മാചാര്യനായ ഓ മാധവന്റെ മകൻ മുകേഷ് നായകനാകുന്നു. ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓവർ എക്സൈറ്റഡ് ആയില്ല. ഞാൻ അത് എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്. ഞാൻ ചിരിച്ചിട്ട് അപ്പം മനസ്സിൽ വെക്കുക, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷൂട്ടിംഗ് തുടങ്ങും. കുറെ കാലത്തിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് എല്ലാം പറഞ്ഞു, ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് എന്തിനാന്നറിയാം, ആ കാലഘട്ടത്തിൽ 43 കൊല്ലം മുമ്പ് ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ അടുത്ത് സിനിമയിൽ നായകനാന്ന് പറഞ്ഞ അയാളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഇരിക്കുന്നു അറിയാൻ ഞങ്ങൾ ഒളിച്ചു നോക്കിയത്. ഞാൻ പറഞ്ഞു, എങ്ങനെ ഇരുന്നു എന്റെ എക്സ്പ്രഷൻ? വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലായിരുന്നു. കണ്ടായിരുന്നോ വീഡിയോ? ഏത് എക്സ്പ്രഷൻ ഇല്ലാത്ത? അല്ല, വീഡിയോ ഒന്നും എടുക്കത്തില്ല, ഇത് ലൈവായിട്ട് ഓഫീസിൽ ചെന്ന കാര്യം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് വന്നത്. പിന്നെ നായകനും ഉപനായകനും 1-2 സ്ഥലത്ത് ചെറിയ തരത്തിലുള്ള വില്ലനായിട്ടും അഭിനയിച്ചു.